ഹായ്, ഗൗരിയാണേ. വെൽക്കം ടു ER ഡിസൈൻസ്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോണത് ഒരു സൺഡേ മെഗാ ഓഫർ സെയിലാണ് കേട്ടോ. അപ്പം നമുക്ക് കളക്ഷൻ കണ്ടിട്ട് വന്നാലോ? എല്ലാ സൈസൊന്നും അവൈലബിൾ ആയിരിക്കത്തില്ല, കട്ട് സൈസ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കണ്ടിട്ട് വരാം. ഫസ്റ്റ് വൺ നമ്മൾ കാണാൻ പോണത് ടൂ ടോൺ ഫാബ്രിക്കിൽ നമ്മൾ കൊണ്ടുവന്ന് ഒരുപാട് ഹിറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ഇതിൻ്റെ നമ്മൾ ഒരുപാട് പീസസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറച്ച് കട്ട് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ നമുക്ക് 2 ടൈപ്പ് ഓഫ് വരുന്നുണ്ട്. അതായത് എ ലൈൻ പാറ്റേണിലും വരുന്നുണ്ട്, സൈഡ് സ്ലിറ്റിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ സൈഡ് സ്ലിറ്റ് ആണ്. എ ലൈൻ ആകുമ്പോഴത്തേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഫാബ്രിക് 2 ടോൺ ആണ് വരുന്നത്. ഇത് നല്ല ഒരു പീച്ച്, ഡാർക്ക് പീച്ച്, മജന്ത ഒക്കെ കൊണ്ട് മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ എന്ത് കാണുന്ന ഷെയ്ഡാണോ ആ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസ് ഏറ്റവും ഹൈലൈറ്റ് 349 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. എൻ്റെ ഫ്രണ്ട് ഏരിയ, ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. നമ്മളിപ്പോൾ കണ്ടതിൻ്റെ സെയിം തന്നെയാണ്. ഇതും സൈഡ് സ്ലിറ്റ് തന്നെയാണ് വരുന്നത്. എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് 349. ഓക്കെ. നെക്സ്റ്റ് വൺ നമ്മൾ കാണാൻ പോണത് ഒരു എ ലൈൻ പാറ്റേണിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഡബിൾ എക്സലും അവൈലബിൾ ആണ്. എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ്. പ്രൈസ് സെയിം തന്നെയാണ്. 349 തന്നെയാണ് വരുന്നത്. 2 ടോൺ ഫാബ്രിക് ആണ്. 2 ടോൺ ഫാബ്രിക് ആണെങ്കിൽ തന്നെയും ഒരു ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയ ഒരു നല്ല ഒരു ഫാബ്രിക് തന്നെയാണ് കേട്ടോ. എത്ര നമ്മൾ വാഷ് ചെയ്ത് യൂസ് ചെയ്താലും സ്ട്രിങ്കേജ് ഒന്നും വരത്തില്ല. നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. 349 വരുന്നുള്ളൂ. എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് നല്ല ഒരു പീച്ച് ആൻഡ് പിങ്ക് ഷെയ്ഡ് ആണെങ്കിൽ നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു ചിക്കു ഷെയ്ഡാണ് കേട്ടോ. ബാക്കി പിക്കുലായിട്ട് എല്ലാം സെയിം ആണ്. ഇതിൻ്റെ ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇതിൻ്റെ 3 എക്സൽ പീസ് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡിൻ്റെ 3 എക്സൽ പീസ് അവൈലബിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ തന്നെ സെയിം തന്നെയാണ്. ഇതിൻ്റെ ഒരു ലാർജ് പീസ് അവൈലബിൾ ആണ്. സൈസ് ഗ്രേ ആണ് വരുന്നത് കേട്ടോ. നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. സൈസ് ലാർജ് ആണ് വരുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മളിപ്പോൾ കണ്ട ഒരു ഫാബ്രിക് ഒക്കെ ഏകദേശം സെയിം തന്നെയൊക്കെയാണ്. 2 ടോൺ തന്നെയാണ് വരുന്നത്. ആ ഒരു പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ വർക്കിൽ. ഇത് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. അവൈലബിൾ സൈസ് എക്സൽ മാത്രമേ ഉള്ളൂ. ഈ ഫ്രണ്ട് ഏരിയയിൽ കാണുന്നത് ഒറിജിനൽ മിറർ വർക്കും ത്രെഡ് വർക്കുമാണ്. ഇതിൻ്റെയും പ്രൈസ് 349. ഓക്കെ. ഇപ്പോൾ നമ്മൾ കണ്ടത് നല്ലൊരു ഗ്രേ ഷെയ്ഡ് ആണെങ്കിൽ ഇത് വന്നിട്ട് നല്ല ഒരു പിങ്ക് ആൻഡ് പീച്ച് നമ്മൾ നേരത്തെ കണ്ടില്ലേ, സെയിം ഷെയ്ഡാണ്. ഇതിൻ്റെയും ഒരു എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് 349. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് 349 ആണ് വരുന്നത്. ഇനി നമ്മൾ കാണാൻ പോണത് നല്ലൊരു പാർട്ടി വെയർ കോൺസെപ്റ്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ കട്ട് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരു അലിയ കട്ട് മോഡലിലാണ് വരുന്നത്. എ ലൈൻ പാറ്റേണിലാണ്. സ്ലീവ്സ് ലൈനിങ് ഇല്ല, ബോഡി ഫുൾ ലൈനിങ് ഉണ്ട്. ലെങ്ത് 47. ഹെവി ആയിട്ടൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അവൈലബിൾ സൈസ് വന്നിട്ട് ഡബിൾ എക്സൽ ആൻഡ് ഡബിൾ എക്സൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ എക്സൽ ആൻഡ് ഡബിൾ എക്സൽ അവൈലബിൾ ആണ്. ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. അപ്പോൾ വേഗം പർച്ചേസ് ചെയ്തോളൂ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 699 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിംഗ് റേറ്റിലാണ് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒരു വേറെ ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ ഓറഞ്ച് ഷെയ്ഡിൻ്റെ എമ്മും എല്ലും അവൈലബിൾ ആണ് ഓരോ പീസ്. പ്രൈസ് 699. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു 3XL ആണ് വരുന്നത് കേട്ടോ. സ്ലീവ്സിൽ ബോഡി പോർഷൻ ലൈനിങ് ഉണ്ട്. എ ലൈൻ പാറ്റേണിലാണ് വരുന്നത്. ലെങ്ത് 47 ആണ് വരുന്നത്. അവൈലബിൾ സൈസ് വന്നിട്ട് 3XL മാത്രമേ ഉള്ളൂ. പ്രൈസ് 449. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു എൽ സൈസ് മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങനെയാണ് ഒരു സൈഡ് സ്ലിറ്റ് ആണ്. സ്ലീവ്സിൽ ലൈനിങ് ഇല്ല, ബോഡി പോർഷൻ ഫുൾ ലൈനിങ് ഉണ്ട്. ഒരു എംബ്രോയിഡറി വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അവൈലബിൾ സൈസ് എൽ സൈസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് 449. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു 299 വരുന്ന ഒരു ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ. അവൈലബിൾ സൈസ് എൽ സൈസ് ആണ്. ഇങ്ങനെയാണ് വരുന്നത്. ഒരു ഫ്രോക്ക് മോഡലിലാണ് വരുന്നത്. ഒരു പഫ് സ്ലീവ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, മെഹന്തി ഗ്രീൻ ബ്ലാക്ക് ഒക്കെ കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് ഏരിയയിൽ വന്നിട്ട് ഒരു ഡോറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവൈലബിൾ സൈസ് എൽ സൈസ്. പ്രൈസ് 299. നെക്സ്റ്റ് വൺ വന്നിട്ട് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. ബ്ലാക്ക് ഷെയ്ഡിൽ ലെങ്ത് 47 ആണ് വരുന്നത്. വി നെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവൈലബിൾ സൈസ് വന്നിട്ട് എൽ സൈസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് 449. ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഇതിന് ഒറ്റ പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. ഒരു വി നെക്കാണ് വരുന്നത് കേട്ടോ. സ്ലീവ്സിൽ ലൈനിങ് ഇല്ല, ബോഡി പോർഷൻ ഫുൾ ലൈനിങ് ഉണ്ട്. ലെങ്ത് 47 ആണ് വരുന്നത്. നെക്ക് വന്നിട്ട് ഒരു വി നെക്ക് പോലെ വന്നിട്ട് ലേസ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ എൻഡിലും ആ ഒരു വർക്ക് പോകുന്നുണ്ട്. അവൈലബിൾ സൈസ് എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പാൻറ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്.
ബാക്ക് ഏരിയയിൽ എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഏരിയയിൽ പട്ട പോലെ കൊടുത്തിട്ട് ബെൽറ്റും കൊടുത്തിട്ടുണ്ട്. വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാൻറ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 13 ആണ് വരുന്നത്. അവൈലബിൾ സൈസ് എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് 699. ഓക്കെ. സ്റ്റോൺ വന്നിട്ട് നല്ല ഒരു ഷോർട്ട് കുർത്തിയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു എക്സലും എല്ലും അവൈലബിൾ ആണ്. സോറി, എല് എക്സൽ ഡബിൾ എക്സൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ എല്ലും എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ്. ഷോർട്ട് കുർത്തിയാണ് വരുന്നത്. സ്ലീവ്സിലും ബോഡി പോർഷനിലും ലൈനിങ് ഇല്ല കേട്ടോ. നല്ല ഒരു കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. ഈ കാണുന്ന സ്ലീവ്സിലും ബോഡി പോർഷനിലും കാണുന്നതൊക്കെ വന്നിട്ട് ഫ്ലോറൽ വർക്കാണ് വരുന്നത്. നല്ല ഒരു നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റിയതാണ്. അവൈലബിൾ സൈസ് എല് എക്സൽ ഡബിൾ എക്സൽ. പ്രൈസ് 499. ഇങ്ങനെയാണ് അതിൻ്റെ പാൻറ് വരുന്നത്. ടോപ്പിന് ലെങ്ത് ഇത്തിരി കുറവാണെങ്കിൽ പാൻറ്റിന് നല്ല ലെങ്ത് വരുന്നുണ്ട്. നല്ല ലൂസ് പാൻറ്റാണ്. പാൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു 39 ആണ് വരുന്നത്. എൻ്റെ പോർഷനിൽ വന്നിട്ട് ഇതേപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു കട്ടിയുള്ള ഫാബ്രിക്കാണ് കേട്ടോ. ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡലാണ്. അപ്പം ഇതിൻ്റെ എല്ലും എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ്. പ്രൈസ് 499. ഓക്കെ. അതിൻ്റെ തന്നെ നമുക്ക് വേറൊരു പീസ് അവൈലബിൾ ആണ്. കളർ കുറച്ച് ഡിഫറെൻ്റ് ആണ്. എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി പിക്കിലായിട്ട് എല്ലാം സെയിം തന്നെയാണ്. അവൈലബിൾ സൈസ് എക്സൽ. ഇതിൻ്റെ ഈ ഒരു വർക്ക് വന്നിട്ട് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ പാൻറ് വന്നിട്ട് സെയിം തന്നെയാണ്. ഇങ്ങനെയാണ് വരുന്നത്. അവൈലബിൾ സൈസ് എക്സൽ. പ്രൈസ് 499. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് 3 പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഇതിൻ്റെ നമുക്ക് ഒരു ഡബിൾ എക്സൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സ്ലീവ്സിലും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബോഡി പോർഷനിലും ലൈനിങ് ഉണ്ട്. നല്ല ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. ഒറ്റ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ലെങ്ത് 47 ആണ് വരുന്നത്. സൈഡ് സ്റ്റിച്ചാണ് വരുന്നത്. നല്ല ഹെവി ആയിട്ടാണ് ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊണ്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് ഏരിയ. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പാൻറ് വരുന്നത് നല്ല ഒരു ലൂസ് പാൻറ്റാണ്. പാൻറ്റിലും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു പാൻറ്റാണ്. പാൻറ്റിൻ്റെ എൻഡ് പോർഷനിലും ഇതേപോലെ വർക്ക് വരുന്നുണ്ട്. ഒരു എലാസ്റ്റിക് പാൻറ്റാണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഒരു പാർട്ടി വെയർ ആണ്. വൺ സൈഡ് വന്നിട്ട് ഹെവി ആയിട്ട് യോക്കേരിയിൽ കാണുന്ന പോലെ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ദുപ്പട്ടയിൽ ഓൾ ഓവർ വന്നിട്ട് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ടത് വന്നിട്ട് നല്ല ഒരു പർപ്പിൾ ഷെയ്ഡാണെങ്കിൽ നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു മെറൂൺ ഷെയ്ഡാണ്. പെക്കിലായിട്ട് എല്ലാം സെയിം തന്നെയാണ്. ആ ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കി പെക്കിലായിട്ട് എല്ലാം സെയിം തന്നെയാണ്. അവൈലബിൾ സൈസ് എക്സൽ സൈസാണ് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. ബാക്കി പെക്കിലായിട്ട് എല്ലാം സെയിം ആണ്. ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ മാത്രമേ ഉള്ളൂ. പ്രൈസിന് ഏറ്റവും ഹൈലൈറ്റ് നമ്മളിതൊരു നല്ല റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ കട്ട് സൈസ് ആയതുകൊണ്ട് തന്നെയും 999 റേറ്റിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം പർച്ചേസ് ചെയ്തോളൂ. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് ഷിമ്മർ ജോർജറ്റ് ആണ് വരുന്നത് കേട്ടോ. ഈ ഫാബ്രിക്കിലുള്ള ഈ ഒരു 3 പീസ് സെറ്റ് ഒന്നും നിങ്ങൾക്ക് എവിടെയും ഈ ഒരു റേറ്റിന് കിട്ടത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണിച്ചല്ലോ അതിൻ്റെ സെയിം തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ ഫോട്ടോസ് വേണമെങ്കിൽ ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്താൽ മതി. അവൈലബിൾ സൈസ് വന്നിട്ട് ഇതിൻ്റെ ഡബിൾ എക്സൽ ആണുള്ളത്. പ്രൈസ് 999. നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് വിജ്ര സിൽക്ക് ആണ് വരുന്നത് കേട്ടോ. നല്ലൊരു ഹെവി ആയിട്ട് പാർട്ടി വെയർ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. സ്ലീവ്സ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് ഉണ്ട്. എലൈൻ പാറ്റേണിലാണ് വരുന്നത്. ലെങ്ത് വന്നിട്ട് 47 ആണ് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ. ഈ യോക്ക് ഏരിയയിൽ ഫുള്ളായിട്ട് വന്നിട്ട് ഹെവി ആയിട്ടാണ് ബീഡ്സ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിപ്പോൾ കണ്ടത് നല്ലൊരു റോയൽ ബ്ലൂ. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ റോയൽ ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വൺ വന്നിട്ട് അതിൻ്റെ തന്നെ ഒരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇപ്പം ഞാൻ വേറെ ഇരിക്കുന്നതിൻ്റെ വന്നിട്ട് എക്സൽ സൈസും ഡബിൾ എക്സൽ സൈസും അവൈലബിൾ ആണ്. ഇതിൻ്റെ വന്നിട്ട് എം സൈസും എക്സൽ സൈസും അവൈലബിൾ ആണ്. ബാക്കി പെക്കിലായിട്ട് എല്ലാം സെയിം തന്നെയാണ്. ആ ഷെയ്ഡിൽ മാത്രം ഡിഫറൻസ് ഉള്ളൂ. ഇതിൻ്റെ എം സൈസും എക്സൽ സൈസും അവൈലബിൾ ആണ്. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നതിൻ്റെ എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ്. പ്രൈസിന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് 649 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിംഗ് റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ വന്നിട്ടൊരു കോട്ട് സെറ്റാണ് നമ്മൾ കാണാൻ പോണത് കേട്ടോ. ഇതിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസും 2XL സൈസും അവൈലബിൾ ആണ്. വേർട്ടിക്കൻ ഫാബ്രിക്കിലാണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് വരുന്നുണ്ട്. ലെങ്ത് വന്നിട്ട് 47 എബോവ് വരുന്നുണ്ട്. സൈഡ് സ്റ്റിച്ചാണ് വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ട് ഈ കാണുന്ന എല്ലാം വന്നിട്ട് വൈറ്റ് കളർ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ
ടോപ്പ് വരുന്നത്. ഫ്രണ്ട് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അതിന്റെ പാൻറ് വന്നിട്ട് ഒരു ലൂസ് പാൻറ്റാണ് വരുന്നത്. ബാക്ക് പോർഷനിൽ വന്നിട്ട് എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഏരിയയിൽ പട്ട പോലെ കൊടുത്തിട്ട് നമുക്ക് ഡോറിയും കൊടുത്തിട്ടുണ്ട്. വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ലൂസ് പാൻറ്റാണ്. പാൻറ്റിന്റെ ലെങ്ത് പറഞ്ഞ 39 വരുന്നത്. അവൈലബിൾ സൈസ് വന്നിട്ട് എക്സൽ സൈസും ഡബിൾ എക്സൽ സൈസും അവൈലബിൾ ആണ്. പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് 649 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു 3 പീസ് സെറ്റിന്റെ കളക്ഷൻ ആണ് കേട്ടോ. ഇതിന്റെ നമുക്ക് ഒരു എക്സൽ സൈസും എം സൈസും എക്സൽ സൈസും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു മെഹന്തി ഗ്രീൻ ആണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് വരുന്നുണ്ട്. ലെങ്ത് 47 ആണ് വരുന്നത്. സൈഡ് സ്റ്റിച്ച് ആണ് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഒരു നമുക്ക് ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ ടോപ്പ് വരുന്നതെങ്കിൽ പാൻറ് വന്നിട്ട് ഒരു സാൻഡലും ബോട്ടമാണ് വരുന്നത്. ബാക്ക് ഏരിയയിൽ എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഏരിയയിൽ പട്ട പോലെ കൊടുത്തിട്ട് ഡോറി ഉണ്ട്. ലൂസ് പാൻറ്റാണ് വരുന്നത്. പാൻറ്റിന്റെ ലെങ്ത് 39 ആണ് വരുന്നത്. ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ദുപ്പട്ടയിൽ വന്നിട്ട് ഓൾ ഓവർ വന്നിട്ട് എംബ്രോയിഡറി വർക്ക് പോകുന്നുണ്ട്. അതേപോലെ വൺ സൈഡ് വന്നിട്ട് ഹെവി ആയിട്ടാണ് ആ യോക്ക് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വർക്ക് വരുന്നത്. വൺ സൈഡ് വന്ന് സ്കാലപ്പ് ആണ്. 2.5 ആണ് ലെങ്ത് വരുന്നത്. അവൈലബിൾ സൈസ് വന്നിട്ട് എം സൈസും എക്സൽ സൈസും അവൈലബിൾ ആണ്. പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് 849 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിംഗ് റേറ്റിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് 3 പീസ് സെറ്റ് തന്നെയാണ് കേട്ടോ. ഇതിന്റെ നമുക്ക് അവൈലബിൾ എല്ലാം എത്തിക്കോ. ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ എക്സലും 3XL അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു മാംഗോ യെല്ലോ ആണ് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഈ നമുക്കൊരു പാർട്ടി വെയർ കോൺസെപ്റ്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ഏരിയയിൽ കാണുന്ന വന്നിട്ട് ഫുള്ളായിട്ടും ത്രെഡ് വർക്കും സ്വീക്വൻസ് വർക്കും കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ലെങ്ത് 47, സൈഡ് സ്റ്റിച്ച് ആണ് വരുന്നത്. ഇങ്ങനെയാണ് ഒരു ടോപ്പ് വരുന്നത്. പാൻറ് വന്നിട്ട് ഒരു ഫ്രണ്ട് ഏരിയയിലും ബാക്ക് ഏരിയയിലും എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പാൻറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 39 ആണ് വരുന്നത്. ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. വേറെ വർക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. പ്ലെയിൻ ആയിരിക്കും. ടോപ്പിൽ നല്ല വർക്ക് വരുന്നുണ്ടല്ലോ. ഇതിൽ വന്നിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്വീക്വൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. 2.5 ലെങ്തിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് 899 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത്. അവൈലബിൾ സൈസ് എക്സൽ സൈസും 3XL സൈസും അവൈലബിൾ. ഒരു 3 പീസ് സെറ്റ് തന്നെയാണ് കേട്ടോ. ഇതിന്റെ നമുക്ക് ഒരു ഒറ്റ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സ്ലീവ്സിൽ ലൈനിങ് ഇല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് ഉണ്ട്. ലെങ്ത് 47, സൈഡ് സെറ്റ് ആണ് വരുന്നത്. ഈ ഫ്രണ്ട് ഏരിയയിൽ കാണുന്ന ഫുള്ള് വന്നിട്ടും എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. ഈ ഒരു നെക്ക് ഏരിയയിൽ താഴെ വരേക്കും ഫുള്ളായിട്ടും ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് പോകുന്നുണ്ട്. ഫ്രണ്ട് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ പാൻറ് വന്നിട്ട് നല്ല ഒരു ലൂസ് പാൻറ്റാണ് കേട്ടോ. എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പാൻറ്റിന്റെ ലെങ്ത് 39 ആണ് വരുന്നത്. ദുപ്പട്ട വന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതുണ്ട് ദുപ്പട്ട, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അവൈലബിൾ സൈസ് എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് 849. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടത് നല്ല ഒരു പർപ്പിൾ ഷെയ്ഡ് ആണെങ്കിൽ അതിൻ്റെ തന്നെ നല്ല ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ബോട്ടിൽ ഗ്രീൻ അല്ല, ബോട്ടിൽ ഗ്രീനും ഒരു ഈ നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ്. ഒരു ഡിഫറൻസും ഇല്ല. ഇതിൻ്റെയും ഒരു എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് 849. അപ്പോൾ നമ്മൾ ഓർഡേഴ്സ് എല്ലാം എടുക്കുന്നത് വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. 8891479506. കസ്റ്റമർ കെയർ നമ്പർ 9645479506. നിങ്ങൾക്ക് ഇന്ന് കണ്ട വീഡിയോസിൽ ഏതെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളും പർച്ചേസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ മെസ്സേജസും കമൻസും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പം ഇനി നിങ്ങൾ വീഡിയോ കണ്ട ഉടൻ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. ഇതൊരു ഓഫർ സെയിൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് റിട്ടേൺ പോളിസിയിലെ സൈസ് വേരിയേഷൻ വന്നിട്ട് റിട്ടേൺ പോളിസി ഉണ്ടായിരിക്കുന്നതല്ല. അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. ഓക്കെ, ഡാമേജ് ഐറ്റംസ് വന്നിട്ട് ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ തരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ 99% ഡാമേജ് അങ്ങനെ വരാറില്ല. ഇനി എന്തെങ്കിലും നമ്മുടെ കണ്ണിൽ പെടാത്ത ചെറിയ ഡാമേജ് ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് എടുത്ത് വെക്കുക കേട്ടോ. ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നിങ്ങൾ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് ഓപ്പൺ ചെയ്യുന്നത് തൊട്ടുള്ള വീഡിയോസ് നിങ്ങൾ മസ്റ്റായിട്ട് എടുത്ത് വെക്കുക. എത്ര പ്രാവശ്യം പർച്ചേസ് ചെയ്തവരാണെങ്കിലും അങ്ങനെ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ 7K ആവാറായിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഗിവ് അവേ ഒക്കെ വെച്ചാലോ.
അപ്പം നമ്മൾ 7K ആയിട്ടില്ല, അതിലേക്ക് ഉള്ള ജേർണിയിലാണ്. അപ്പോൾ ആ ജേർണിയിൽ വന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സാണ് എല്ലാ പ്രാവശ്യവും നമ്മൾ 6Kയിലായാലും 5Kയിലായാലും 4Kയിലായാലും ആ ഒരു ജേർണിയിലേക്ക് എത്താനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഗൂഗിളിൽ പോയിട്ട് VR ഡിസൈൻസ് സെർച്ച് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ ഒരു പേജ് വരുന്നുണ്ടാവും. ആ പേജിൽ വന്നിട്ട് നിങ്ങൾക്കുള്ള എന്ത് കമൻസ് ആയാലും നിങ്ങൾക്കുള്ള റിവ്യൂ അതിൽ രേഖപ്പെടുത്തുക കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ വന്നിട്ട് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറായ 964547 അയച്ചു തരിക. ഓക്കെ, 9645479506 അയച്ചു തരിക. ഗൂഗിളിൽ പോവുക, നിങ്ങളതിൽ ഗൂഗിളിൽ VR ഡിസൈൻസ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു പേജ് വരുന്നുണ്ടാവും. അതിൽ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ റിവ്യൂ എന്താണെന്നുള്ളത് രേഖപ്പെടുത്തുക. അതിൻ്റെ ഡീറ്റെയിൽ വന്നിട്ട് കസ്റ്റമർ കെയർ നമ്പറിലേക്ക് അയച്ചു തരിക. അപ്പോൾ എല്ലാവർക്കും വന്നിട്ട് ഗൂഗിളിൽ പോയിട്ട് ഇതേപോലെ ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും അറിയത്തില്ല എന്നുള്ളവരുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനത് ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും ഉറപ്പായിട്ടും. കാരണം അങ്ങനെ എനിക്ക് കസ്റ്റമേഴ്സൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് പേഴ്സണലായിട്ട്. അവർക്ക് ഞാൻ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം ആ ഒരു വന്നിട്ട് ഫസ്റ്റ് വന്നിട്ട് ആ ഒരു ഗൂഗിൾ റിവ്യൂവിലായിരിക്കും നമ്മൾ ഒരു വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത്. അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് ഇടുന്ന ഓരോ വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും നിങ്ങൾ കാണുമ്പോഴത്തേക്കും അതിൽ കമൻ്റ് ഇടുക. കമൻറ്റ് സെക്ഷനിൽ നിന്ന് വന്നിട്ട് നമ്മൾ സ്വൈപ്പിലൂടെ ആയിരിക്കും നറുക്കെടുക്കുന്നത്. ഗൂഗിൾ റിവ്യൂ വന്നിട്ട് നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരിക. നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് അത്രയും പേര് സെർച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നിങ്ങൾ തന്നെ പേഴ്സണലായിട്ട് നമുക്ക് അയച്ചു തരിക കസ്റ്റമർ കെയറിൽ. അപ്പം ഗൂഗിൾ റിവ്യൂ വന്നിട്ട് നമ്മൾ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും എടുക്കുന്നത്. അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷൻ വന്നിട്ട് സ്വൈപ്പിലൂടെ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ വിന്നറിനെ നമ്മൾ തിരഞ്ഞെടുക്കണം വന്നിട്ട് 7K ആവുന്ന അന്നായിരിക്കും. അതിന് നമ്മൾ സംതിങ് സ്പെഷ്യൽ ഒരു മെഗാ ഓഫർ സെയിൽ കൊണ്ടുവരുന്നുണ്ട്. പഴയ കളക്ഷൻ ഒന്നുമല്ല, പുതിയ കളക്ഷൻസ് ആയിരിക്കും. അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. എപ്പോഴും VR ഡിസൈൻസിക്ക് എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ കൊണ്ടുവരാറില്ലേ, അതേപോലത്തെ ഒരു മെഗാ സെയിൽ വന്നിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. സ്റ്റേറ്റ് വീഡിയോയും പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിജയിപ്പിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു എലക്കൻ കളക്ഷനുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഔട്ട്, ഗൗരി.